അപ്പോൾ പതിവ് പോലെ അശ്വതി വിശ്വനാഥനുണ്ട് നമുക്കിപ്പം. അശ്വതി, ഗുഡ് മോർണിംഗ്. മഴയൊക്കെ എത്തിത്തുടങ്ങി, എങ്ങനെയാണ് കാലാവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് മലയാളത്തിൻ്റെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു, ഒപ്പം സുരക്ഷിതരും. കാരണം എല്ലായിടത്തും മഴയൊക്കെയാണ്, ഇടിമിന്നലൊക്കെ ഉണ്ട്. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളൊരു സമയമാണ് ഈ ഒരു മഴക്കാലം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയും ഒരു 5 ദിവസത്തേക്കാണ് സംസ്ഥാനത്ത് മഴ പ്രവചിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മാപ്പ് നോക്കാം. ഇന്ന് 3 ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ യെല്ലോ അലേർട്ട്. അത് ഏതൊക്കെ ജില്ലകളിലാണെന്ന് ചോദിച്ചാൽ പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. അതായത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ മഴയ്ക്ക് സാധ്യത, പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ. ഇനി എന്താണ് ഈ ശക്തമായ മഴ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരിക്കും. ഈ 24 മണിക്കൂറിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഈ ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ ജില്ലകളിൽ മഴ മാത്രമല്ല, കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാമെന്നാണ് പ്രവചനം. ഇനി ബാക്കിയുള്ള എല്ലാ ജില്ലകളും പച്ചയിലാണ്. പ്രത്യേകം മുന്നറിയിപ്പുകളൊന്നുമില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം ഈ ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകും. മുൻകരുതലുകൾ സ്വീകരിക്കുക. ഇനി നമുക്ക് മഴ മാത്രമല്ല, ചൂടും നോക്കണം. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന താപനില, കുറവ് താപനില എന്നൊക്കെ നമുക്ക് പരിശോധിക്കണ്ടേ? പാലക്കാട് ജില്ലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട്. തൊട്ട് പിന്നാലെ പാലക്കാട് കഴിഞ്ഞാൽ കോട്ടയത്താണ്. 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കോട്ടയത്ത്. ഈ ഇടിമിന്നലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം, നമുക്ക് അതൊന്നും കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാം. നമ്മൾ ദിവസവും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നതാണ്. സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. വീടിനുള്ളിലോ പുറത്തോ എവിടെയെങ്കിലും വെച്ചാണ് ഇപ്പോൾ മഴയോ ഇടിമിന്നലോ സംഭവിക്കുന്നതെങ്കിൽ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. കാരണം ഈ തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ജനലുകളും വാതിലും അടച്ചിടുക. അതായത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ഈ ജനലും വാതിലൊക്കെ അടച്ചിടാൻ മറക്കരുത്. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. ഈ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാനോ പാടില്ല. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. മുൻകരുതലുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നമ്മൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് മറക്കാതിരിക്കുക എന്നുള്ളത് പ്രേക്ഷകരാണ്. അപ്പോൾ സുരക്ഷിതരായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശരി അശ്വതി. അപ്പോൾ നമുക്കിനി സ്കൈ വാച്ചോടെ നാളെ വീണ്ടും കാണാം.